നമ്മുടെ പുതിയ കാലത്തെ രീതികളാണ്. ഉദാഹരണം മഹാബലിയുടെ ചിത്രം വരുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ ഈ ഓണത്തോടനുബന്ധിച്ച് മഹാബലിയുടെ ചിത്രങ്ങൾ കേരളത്തിലാകെ കച്ചവടക്കാരും അല്ലാത്തവരും ഒക്കെ കൊണ്ടുവരും. അപ്പം ഞാനിതിൽ മനസ്സിലാക്കുന്നത്, മഹാബലി എന്നൊരാൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് നിൽക്കുക, നല്ലത് ഇയാളാവൂല. കാരണം മഹാബലി പറഞ്ഞാൽ ക്ഷത്രിയനായിരിക്കും, ക്ഷത്രിയൻ യോദ്ധാവായിരിക്കും. യോദ്ധാവിന് ഒരിക്കലും അത്ര പള്ളവില്ലേതാവില്ല, ഒരിക്കലും ഉണ്ടാവും, ഇമ്പോസിബിൾ. നമ്മൾക്കിപ്പോൾ നമ്മൾക്കനുസരിച്ചൊരു മഹാബലി ഉണ്ടാക്കുക നമ്മൾ, മനസ്സിലായില്ല? ഇപ്പോൾ കേരളത്തിൽ കേരളീയരെ പുതിയ രീതി അനുസരിച്ചൊരു മഹാബലിയാണ്. അപ്പൊ വലിയവർക്കൊക്കെ എന്താവണം? പള്ള വലുതാണെന്ന് അപ്പൊ നമ്മൾ വിചാരിക്കണത്. അയാ ആയുധാഭ്യാസിയായിരിക്കുമല്ലോ, ക്ഷത്രിയനല്ലേ. അപ്പൊ അത്തരം ഒരു പള്ള ഒരു കാരണവശാലും ഇന്ന് കേരളത്തിൽ മഹാബലി എന്നൊരാൾ ഉണ്ടെങ്കിൽ, ഉണ്ടാവാം, ചരിത്രമാകാം, ഐതിഹ്യമാകാം, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണുന്ന ഈ ചിത്രങ്ങളുടെ സമാനതയുള്ള ഒരു വ്യക്തി ആവില്ല, ഇമ്പോസിബിൾ. ഒരിക്കലും മഹാബലി അങ്ങനെ ആവില്ല. ഒന്നാദ്യം നീതിമാനാണ് എങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധി നേരെ നിൽക്കണ്ടേ. ബുദ്ധി നേരെ നിൽക്കണമെങ്കിൽ ഒരാൾക്ക് എന്ത് വേണം? പറടോ, ബുദ്ധി നേരെ നിൽക്കണമെങ്കിൽ ബോഡി നേരെ നിൽക്കണം. ബോഡി സലീമു മിനൽ ജിസ്മി സലീം ഒരു പ്രമാണമാണ്, ഹദീസല്ല, ഒരു പ്രമാണമാണ്. മിനൽ ജിസ്മി സലീം, സന്തുലിതാവസ്ഥയിലുള്ള ബോഡിയിൽ നിന്ന് സന്തുലിതമായ ബുദ്ധി ഉണ്ടാകും. മിനൽ ജിസ്മി സലീം. ഇതൊക്കെ ഞാൻ അവസാനിപ്പിക്കാം. ഇതൊക്കെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. ഈ ക്ലാസ്സിനെ നിങ്ങൾ ഫോളോ തന്നെ വേണം.